തിങ്കളാഴ്ചയാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ എത്താൻ പോകുന്നത്. കൂടാതെ മറ്റു മന്ത്രിമാരും സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കൂടാതെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഇന്നു മുതൽ കറുത്ത കാറുകൾ ഉണ്ടാകില്ല. അതിനു പകരം വെള്ള ഇന്നോവ ക്രിസ്റ്റ കാർ ആയിരിക്കും ഉണ്ടാവുക. അതിനുവേണ്ട നീക്കങ്ങളെല്ലാം തന്നെ പൊതുഭരണ വകുപ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ മറ്റു മന്ത്രിമാർക്കും യു.ഡി.എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം, അതായത് സത്യപ്രതിജ്ഞ എല്ലാം ചെയ്തതിനു ശേഷം അവർക്കും വെള്ള കാറുകളായിരിക്കും, ഇന്നോവ കാറുകളായിരിക്കും നൽകാൻ പോകുന്നത്. കൂടാതെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിരുന്നുകാർ ആരൊക്കെ ഉണ്ടാകുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. തമിഴ്നാട് മുഖ്യമന്ത്രിയും തമിഴക വെട്രിക്കഴകം നേതാവുമായ വിജയ് ചടങ്ങിൽ പങ്കെടുത്തേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ക്ഷണക്കത്ത് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനുമായി വ്യക്തിപരമായ സൗഹൃദം പുലർത്തുന്ന വിജയ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ക്ഷണക്കത്ത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ എന്നിവർക്കും ക്ഷണമുണ്ട്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എന്നിവർക്കെല്ലാം സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിക്കാനാണ് സാധ്യത. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമായി മാറിയ വിജയ് കോൺഗ്രസുമായി അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. നിലവിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ് വിജയുടെ പാർട്ടി. ഈ ദേശീയ പ്രാദേശിക ബന്ധങ്ങളാണ് സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വിജയെ എത്തിക്കാനുള്ള ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നത്. വിജയ് തിരുവനന്തപുരത്ത് എത്തുമെന്ന വാർത്തകൾ പ്രചരിച്ചതോടെ നഗരത്തിലെ വിജയ് ഫാൻസ് അസോസിയേഷനുകൾ വലിയ ആവേശത്തിലാണ്. തങ്ങളുടെ പ്രിയ താരം അയൽ സംസ്ഥാനത്തെ ഭരണമാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തുന്നത് ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകർ. എങ്കിലും കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല. സിനിമാ നടൻ കൂടിയായ വിജയ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം വലിയ രീതിയിൽ തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം തമിഴ്നാട്ടിൽ വിജയ് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ റാലികളെല്ലാം തന്നെ നടത്തിയപ്പോൾ വലിയ രീതിയിൽ ഒരു ജീവൻ നഷ്ടമാകുന്ന ഒരു സംഭവം ഉണ്ടായി. അനിഷ്ട സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തു. ഗുരുതരമായ പരിക്കുകൾ അവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റു. അതെല്ലാം തന്നെ കേരളത്തിൽ, അത് തിരുവനന്തപുരത്ത് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് വിജയ് എത്തുന്ന സമയത്ത്, അതായത് വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഗസ്റ്റ് എന്ന നിലയിൽ വിജയ് എത്തുന്ന സമയത്ത് അങ്ങനെ ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതായത് തമിഴ്നാട് പോലെ തന്നെ തിരുവനന്തപുരത്തും വിജയെ ആരാധിക്കുന്ന ഒട്ടനവധി കുട്ടികളുണ്ട്, ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി ഇടിച്ചിട്ട് കയറാനുള്ള ഒരു നീക്കമുണ്ടാകും. അതെല്ലാം ഒരു സുരക്ഷാ പ്രശ്നങ്ങളുണ്ടാകും. അതെല്ലാം തന്നെ വിലയിരുത്തേണ്ട സാഹചര്യമുണ്ട്. അതിനുശേഷമായിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അവർ നോക്കുക. വരും മണിക്കൂറുകളിൽ KPCC നേതൃത്വത്തിൽ നിന്ന് ഇത് സംബന്ധിച്ച വ്യക്തമായ അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രിമാരായിരുന്ന പിണറായി വിജയനും MK സ്റ്റാലിനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. വിജയും സതീശനും ആ ബന്ധം തുടരാനാണ് സാധ്യത. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കുമെന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നതോടെ ചടങ്ങിന്റെ പ്രാധാന്യം ദേശീയ തലത്തിലേക്ക് ഉയരുകയാണ്. ഗാന്ധി കുടുംബവുമായുള്ള വിജയുടെ കൂടിക്കാഴ്ച രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. തമിഴ്നാട്ടിലെ DMK കോൺഗ്രസ് ബന്ധത്തിന് സമാനമായി വരും കാലങ്ങളിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കോൺഗ്രസും TVKയും തമ്മിലുള്ള സഹകരണം ഈ സന്ദർശനത്തിലൂടെ കൂടുതൽ ദൃഢമാകാനാണ് സാധ്യത.